നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ തണ്ണിമത്തങ്ങ വെച്ചിട്ട് ഒരു ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് മൊഹബത്തുക്ക സർബത്ത് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ റോസ് സിറപ്പൊന്നും സാധനം ചേർക്കുന്നില്ല. അത് ചേർക്കുവാണെങ്കിൽ മൊഹബത്തുക്ക സർബത്താവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുരുവെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാൽ ഞാനിത് നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. തിളപ്പിച്ചിട്ട് അതിൻ്റെ പാടയൊക്കെ മാറ്റിയിട്ട് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് ഇളക്കി വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ പഞ്ചസാര ചേർക്കാൻ പാടില്ലല്ലോ, അടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് നമ്മൾ തണ്ണിമത്തങ്ങ ഇതുപോലെ അടിച്ച ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിയാ സീഡും കൂടെ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാവേ അടിച്ചെടുത്തത്. നമുക്ക് റോസിൻ്റെ സിറപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വേറൊരു സിറപ്പ് ചേർത്ത് കൊടുക്കുക. റോസ് സിറപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രോബെറിയുടെ ക്രഷ് ചെയ്തതായിട്ട് വെച്ച് ലൂസാക്കി എടുത്താണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തണ്ണിമത്തങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസിലും കൂടി ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യാം. കളറുണ്ടോ? അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ നോമ്പ് മുറിക്കുമ്പോഴേ ഇത് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കാണിക്കാവേ. അപ്പോൾ നമുക്ക് ഒഴിച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ മുഹമ്മദ്ക്ക സർബത്ത് റെഡി ആയിട്ടുണ്ട്. റോസ് സിറപ്പ് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തണ്ണിമത്തങ്ങ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണിക്കാവേ. ഓക്കെ.